കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ അച്ഛാ? നീ പറഞ്ഞത് ശരിയാണോ? ശ്രീലക്ഷ്മി തിരിച്ചു വരുന്നുണ്ടോ? ആ, വരുന്നുണ്ട്. ഉടനെ എത്തും. ആ. ഓഹോ, അവൾ തിരികെ വരികയാണല്ലേ? അപ്പൊ ത്രിവിക്രമ, നീ ഇനിയും ഓവർ ടൈം പണിയെടുക്കേണ്ടി വരുമല്ലോ. കഥയുടെ രണ്ടാം പകുതിയിൽ 18 അടവുമെടുത്ത് പയറ്റേണ്ടി വരും. നീ വാ ശ്രീലക്ഷ്മി, കാത്തിരിപ്പുണ്ട് ഞാൻ. ഓ എന്റെ അമ്മോ, ആശാനെ, ഇത് വീടോ അതോ കൊട്ടാരോ? എന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ആണത്. എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഒന്നുമില്ല. ആ, അങ്ങനെ കൊച്ചാക്കല്ലേ ആശാനെ. ഹൗസ് എന്ന് പറഞ്ഞ വീടാണെന്നൊക്കെ നമുക്കറിയാം. അതിനു മുമ്പ് പറഞ്ഞ ഗസ്റ്റ്, ആ വാക്ക് പിടുത്തം കിട്ടണില്ല, അതാ ചോദിച്ചേ. ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അതിഥികൾ വന്നാൽ താമസിപ്പിക്കാനുള്ള വീട്. ആയിരവല്ലി തമ്പുരാനെ, അപ്പോ ആശാന്റെ പുറത്ത് ഇവിടെ അല്ലേ? അല്ല അല്ല, ഏതോ വയ്യാത്ത മനുഷ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ എന്ത് കാര്യം? അവിടേക്ക് പോകേണ്ടത് ഈ വേഷത്തിലും ഈ രീതിയിലും അല്ല. പിന്നെ ശ്രീലക്ഷ്മിയായിട്ട്. അതിന് കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തണം. ഈ ഭാഷയും ശൈലിയും ഉൾപ്പെടെ എല്ലാം മാറ്റണം. ആശാൻ പറഞ്ഞു തരുന്ന പോലെ നമ്മൾ ചെയ്യും. അതിന് ആദ്യം ഈ ആശാൻ എന്നുള്ള വിളിയൊന്ന് ഒഴിവാക്കണം. മാറ്റാം. ആശാന്റെ കളഞ്ഞുപോയ ഭാര്യ ആശാൻ എന്താണ് വിളിക്കണത്? രവി സാർ. രവി സാർ? അല്ല ആശാനെ, ഇവിടെയൊക്കെ ഭാര്യമാര് ഭർത്താക്കന്മാരെ സാറെന്നാണോ വിളിക്കാറ്? പള്ളിക്കൂടത്തിലെ മാഷുമാരല്ല അങ്ങനെ വിളിക്കണത്. അവൾക്ക് അങ്ങനെ വിളിക്കാനായിരുന്നു ഇഷ്ടം. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മളും വിളിക്കാം. മറന്നു പോണ നേരത്ത് ഒന്ന് ഓർമ്മിപ്പിച്ചാ മതി. ബാക്കി ഞാൻ ഏറ്റ്. അല്ല ആശാനെ, ഓ അല്ല സാറേ, ദേവേച്ചയും കണ്ണനൊക്കെ ഇങ്ങോട്ട് വരുമോ? വരും. രാജാറാം അവര് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ, സാറിന്റെ കളഞ്ഞുപോയ ഭാര്യയായിട്ട് നമ്മൾ വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പില് അഭിനയിക്കണ്ടേ? ആ മനുഷ്യരെവിടാ? പുള്ളിയുടെ ഒരു ഏകദേശ രൂപം പറഞ്ഞു തരുമോ? എല്ലാവരെയും തനിക്ക് കാണിച്ചു തരാം. അതിനും കൂടിയ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. കം കം. അമ്പോ, ഇതെന്ത് സിനിമ ടാക്കീസാ? വീടിനകത്താ? ആശ നല്ലൊരു സിനിമയുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ തന്നെ ആയിക്കോട്ടെ. സിനിമ കാണാനല്ല, വീട്ടിലെ ഓരോരുത്തരുടെയും ഫോട്ടോ കാണിക്കാനാ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ആ, എന്നാ അത് കാണിക്കി. തറയിലിരിക്കണ്ട, ദാ ആ സോഫ കയറിയിരുന്നോ. ഈ കസേരയിലൊക്കെ ഇരുന്നാലേ ഇരിപ്പുറക്കൂല. നമ്മളിവിടെ ഇരുന്നോളാം. ആശാൻ പടം കാണിക്കി. ആയിരവല്ലി തമ്പുരാനെ, ഇത് എന്ത് അത്ഭുതം! നമ്മളുടെ ഇരട്ട പോലെ.
ആശാൻ പറഞ്ഞ ശരി തന്നെ കേട്ടോ. കണ്ണമ്മയെ പോലെ ഇരിക്കണ്. ആ അപ്പൊ ശരിക്കും നമ്മളിനി അഭിനയിച്ചാ മാത്രം മതി. സ്വരൂപമൊക്കെ ഒരുപോലെ തന്നെ. ഇത് നമ്മൾ അഭിനയിച്ച് തകർക്കും. ആശാൻ കണ്ടോ? രൂപം മാത്രമല്ല, പെരുമാറ്റവും എന്റെ ശ്രീലക്ഷ്മി പോലെയാണ്. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരാളെ പോലെ 7 എണ്ണം ഉണ്ടെന്ന് പറയണത് നേര് തന്നെയാ കേട്ടോ ആശാനെ. എന്നാലും ഇതെന്ത് സാമ്യം? ഇതെങ്ങനെ ആശാന് ഇത്ര സാമ്യം? അതൊന്നും എനിക്കറിയില്ല. ഒന്ന് മാത്രം അറിയാം, എന്റെ ശ്രീലക്ഷ്മിയെ പോലെ അവൾ മാത്രമേ ഉള്ളൂ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, ആരെയും ഉപദ്രവിക്കാൻ പോകാത്ത, എന്നെ പ്രാണനായിട്ട് കാണുന്ന എന്റെ ശ്രീലക്ഷ്മി. ഞാനൊന്ന് മുഖം കറുപ്പിച്ചാലോ, എന്റെ മുഖമൊന്ന് വാടിയാലോ അവൾക്ക് സഹിക്കില്ല. ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം. നമ്മളുടെ നേരെ എതിർ സ്വഭാവം. ശരി ആയിക്കോട്ടെ. ഇതാരാ ആശാനെ? ഇത് സരോജമ്മ, ശ്രീലക്ഷ്മിയുടെ അമ്മ. ഓ ഒരു പാവമാണ്. സ്നേഹിച്ചാൽ അങ്ങേയറ്റം, ഇഷ്ടമില്ലാത്തത് പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്താൽ ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ത്രീ. ആ അത് കൊള്ളാം. നമ്മൾക്ക് പറ്റിയ ആള്. ഇത് ആ എനിക്കറിയാം. ആരാ? ഞാൻ പറയട്ടെ ആരാന്ന്. നേരത്തെ കാണിച്ച സരോജമ്മയുടെ ഭർത്താവല്ലേ ഇത്? അതായത് ആശാന്റെ അമ്മായിയച്ഛൻ. ഈ പുള്ളിയുടെ മുന്നിലാണ് നമ്മൾ അഭിനയിക്കേണ്ടത് അല്ലേ? ഇതാരാ ആശാനെ? ആരായിരുന്നാലും നല്ല ചന്തമുള്ള മുഖം. ഇത് എന്റെ അമ്മ ഗായത്രി ദേവി. ശ്രീലക്ഷ്മിയെ പോലെ തന്നെ ഞാൻ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്റെ ഈ അമ്മ. ഓ ഇത് രഘുചന്ദ്രവർമ്മൻ, എന്റെ അനിയനാണ്. സത്യം പറയല്ല ആശാനെ, നിങ്ങളുടെയൊക്കെ പേര് നല്ല ഉഷിരം പേരാണ്. രവിവർമ്മചന്ദ്രൻ, രഘുവർമ്മചന്ദ്രൻ. രവിചന്ദ്രവർമ്മൻ, രഘുചന്ദ്രവർമ്മൻ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കൺമണി, കണ്ണമ്മ, അന്നമ്മ, ഇതൊക്കെയാ നീലഹസ്തിയിൽ കേൾക്കണ പേരുകള്. ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല ആശാൻ ബാക്കി പറയേ. ഇത് രഘുവിന്റെ ഭാര്യ രേഖ, അത് അമ്മ രാജലക്ഷ്മി. ഇവർ രണ്ടുപേരും ശ്രീലക്ഷ്മിയുമായിട്ട് വലിയ അടുപ്പത്തിലല്ലായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവര് കാരണം ശ്രീലക്ഷ്മി പലപ്പോഴും വിഷമിച്ചിട്ടുണ്ട്. ആ ചുരുക്കി പറഞ്ഞ ഇവര് കണ്ണമ്മയ്ക്ക് പണിയാണ്. ശ്രീലക്ഷ്മി ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു. ആ
അത് ഞാൻ ആശാനോട് ചോദിക്കാനിരിക്കായിരുന്നു. പാവങ്ങളായ ആ കുടുംബത്തിൽ നിന്ന് ആശാൻ എന്തിനു കെട്ടി? ആശാന് വലിയ വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടുമായിരുന്നല്ലോ. പണമല്ല എന്റെയും ശ്രീലക്ഷ്മിയുടെയും അളവുകൾ. ഞങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരിക്കലും അതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങൾ അറിയാതെ അടുത്ത രണ്ടുപേരാ. അതൊക്കെ ആശാന്റെ ആലോചന മാത്രം. പണക്കാരനായ ആശാനെ അവള് ചാക്കിട്ടെടുത്തെന്ന എനിക്ക് തോന്നുന്നത്. ആ അയ്യോ, മരിച്ച ഒരാളെ കുറിച്ച് മോശം പറയണത് ശരിയല്ല. ആ ആശാൻ അത് വിട്, അടുത്ത പടം വിട്. ഇനി ഒന്നുമില്ല, തീർന്നു. കണ്ണമ്മ, ഹസ്തനപുരി കണ്ണമ്മ. ആശാനെ ഇപ്പൊ കണ്ട പടത്തിലെ ചേച്ചി ആരാ? നല്ല രസമുള്ള ചേച്ചി ആരാശാനത്? അതൊക്കെ പിന്നീട് പറയാം. റെഡിയാവാനുള്ള ഡ്രസ്സൊക്കെ അടുത്ത മുറിയിലുണ്ട്. വേഗം റെഡിയായി വരൂ. എന്നാലും പിന്നെ ആ ചേച്ചി ആരാണോ എന്തോ. ഇതെന്ത്? ഇത് നമ്മുടെ തോന്നലാണോ? ആയിരിക്കും. എൻ്റെ ഒരു കാര്യം.
ഈ വീടും നാട്ടുകാരും എല്ലാം ശ്രീലക്ഷ്മിയുടെ രണ്ടാം വരവിനെ സ്വാഗതം ചെയ്യാൻ നിൽക്കുമ്പോ അമ്മ എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നേ? നിന്റെ സംസാരവും അതിനുള്ളിലെ പരിഹാസവും എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എന്ത് പറയണം? എന്തൊക്കെയായിരുന്നു ഇവിടെ? ശ്രീലക്ഷ്മി ഇനി മടങ്ങി വരില്ല, സ്വത്തുക്കൾ മുഴുവൻ ഇനി എനിക്കാണ്, ഈ വീടിന്റെ കെട്ടിലമ്മയാക്കി തരാം, മഹാറാണിയായിട്ട് വാഴിക്കാം, പട്ടാഭിഷേകം. ഇപ്പൊ എന്തായി? ഒറ്റയടിക്ക് അവളെല്ലാം എടുത്ത് വിഴുങ്ങിയില്ലേ? നിനക്കുള്ളതും നിനക്ക് കിട്ടാനുള്ളതും ആരും വിഴുങ്ങിയിട്ടില്ല. അങ്ങനെ വിഴുങ്ങിയാൽ തന്നെ അത് തൊണ്ടയിൽ തന്നെ കുടുങ്ങുകയും ചെയ്യും. എല്ലാം കൂടി മൂക്കിന്റെ തുമ്പത്തിങ്ങനെ വന്ന് നിൽക്കുമ്പോഴും അമ്മയുടെ ഈ കോൺഫിഡൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ കേട്ടിട്ടില്ലേ, ശുഭാപ്തി വിശ്വാസമാണ് എല്ലാത്തിനും ആധാരമെന്ന്? അത് നിനക്കില്ലെങ്കിലും എനിക്കുണ്ട്. അമ്മ എന്തായി പറയുന്നേ? മരിച്ചുപോയ ശ്രീലക്ഷ്മിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മദറിൻലോ. അവളോടുള്ള പഴയ ഇഷ്ടം ഈ തിരിച്ചുവരവോടുകൂടി ഇരട്ടിയാവുകയും ചെയ്യുമെന്നാ എനിക്ക് തോന്നുന്നത്. അവള് തിരിച്ചു വന്ന് കഴിയുമ്പോ നമുക്ക് മൂഷിക സ്ത്രീയുടെ അവസ്ഥ തന്നെ. അതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ എന്റെ പേടി വേറെയാ. പറഞ്ഞതും അറിഞ്ഞതും കേട്ടതും വെച്ച് രവിയും ശ്രീലക്ഷ്മിയും കണ്ടുമുട്ടിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. ചിലപ്പോ അവൾ ഇനിയും ഗർഭിണിയാവാൻ സാധ്യതയുണ്ട്. ഇനി ഒരിക്കൽ കൂടി പുതുജന്മത്തെ നശിപ്പിക്കാൻ പറ്റിയൊന്നും വരില്ല. അപ്പോ അമ്മയായിരുന്നു ശ്രീലക്ഷ്മി എന്ന് തള്ളിയിട്ടത്? ഒന്നും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തിനാ നിനക്ക് ഇനി സംശയം? നിന്റെ നല്ലതിനു വേണ്ടി മാത്രമേ ഈ അമ്മ എന്തും ചെയ്യൂ. അത്രയും മാത്രം മോളിപ്പോ അറിഞ്ഞാ മതി. ശരി, ഇനി ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾക്ക് അമ്മയൊരു സൊല്യൂഷൻ പറയും. എന്തായാലും അവൾ ഇന്ന് വരുമെന്ന് ഉറപ്പായി. വന്നു കഴിയുമ്പോ ഇപ്പൊ നമ്മൾ വെച്ച് അനുഭവിക്കുന്നതൊക്കെ തിരിച്ചു കൊടുത്തേ പറ്റൂ. ഛേ, എന്തെല്ലാം സ്വപ്നം കണ്ടതാ. നിന്റെ ആ സ്വപ്നങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിക്കട്ടെ മോളെ. നീ ഇനി കുറച്ച് കൂടുതൽ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങണം. ആദ്യം കണ്ടതിലും ഇരട്ടയായി. കഥയുടെ ആദ്യ പകുതി നമുക്ക് അനുകൂലമെന്ന് കരുതിയെങ്കിലും ചില അപ്രതീക്ഷിത സംഭവങ്ങൾ തിരിച്ചടിയായിട്ടുണ്ട്. അത് സത്യമാണ്. സംഭവ വികാസങ്ങൾ നിറഞ്ഞ ആദ്യ പകുതി ഇന്നു മുതൽ ആരംഭിക്കാൻ പോവുക. കഥ തീരുന്നത് ശ്രീലക്ഷ്മിയുടെ ജീവനില്ലാത്ത ശരീരം തെക്ക് വടക്ക് വെള്ളത്തുണി പുതപ്പിച്ച് കിടത്തുമ്പോഴായിരിക്കും. അമ്മ പറയുന്നത് പോലെയൊന്നും അല്ല. നമ്മൾ എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരുന്ന ഒന്നല്ല അവള്. ഇപ്പൊ സംഭവിച്ചത് തന്നെയല്ലേ ഏറ്റവും വലിയ ഉദാഹരണം. വെട്ടിമുറിച്ചിട്ട മുറി കൂടി ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ജന്മം അവളുടേത്. തിരികെ വരുന്ന അവൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും സ്നേഹവും വാത്സല്യവും കൊടുക്കും മദറിൻലോ. അത് മുതലെടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. നമ്മൾ പടിക്ക് പുറത്തും എല്ലാം അവള് വിഴുങ്ങുകയും ചെയ്യും. അമ്മ നോക്കോ. അങ്ങനെ അവളൊന്നും വിഴുങ്ങില്ല മോളെ. വിഴുങ്ങാനായി ഇരയെ നമ്മൾ ചൂണ്ടയിൽ കൊരുത്തിട്ട് കൊടുക്കും. സന്തോഷത്തോടെ ഇരയെ വിഴുങ്ങി തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ ചൂണ്ട നമ്മൾ ഒറ്റ വലി വലിക്കും.
കൊരവള്ളിയിൽ കൂടി തുളച്ച് അവള് പിടയ്ക്കുന്നത് ഈ രാജലക്ഷ്മി നിനക്ക് കാണിച്ചു തരാം. അവള് വരട്ടെ. ഞാനും കാത്തിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാ.